ഇരിങ്ങാലക്കുട പൊതുതറവാട് ചാത്തൻചൊവ്വ കുടിവെപ്പ് ക്ഷേത്രമായ മായൻകാവിൽ മായാനുഗ്രഹ മഹോത്സവം ഈ വരുന്ന 2025 ഏപ്രിൽ 12-ാം തീയതി ശനിയാഴ്ച മലയാള മാസം മീനം 29-ന് വിവിധ ആഘോഷ പരിപാടികളോടെ നടക്കും. മായൻകാവ് ക്ഷേത്രമല്ലാത്തവർക്ക് സ്വന്തം ക്ഷേത്രവും അല്ലാത്തവർക്ക് പൊതുതറവാട് ക്ഷേത്രവുമാണ്. മായാനുഗ്രഹ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നു. അന്നേ ദിവസം പ്രത്യേകമായ അനുഗ്രഹവർഷം വിഷ്ണുമായ സ്വാമിയുടെ ദർശനത്തിൽ നിന്നും നിങ്ങൾക്കേവർക്കും ലഭ്യമാകുന്നു. അനുഗ്രഹം ഉണ്ടാവണം. എപ്പോഴും സർവ്വതാ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും അവർക്ക് പാദസേവ ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവണം. ഒരു മടിയും കൂടാതെ അവർക്ക് പാദസേവ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ ഇവിടുത്തെ ഭക്തജനങ്ങൾ വളരെയധികം വന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ നിറയെ മായങ്കാവിൽ വന്നെത്താൻ ജനങ്ങൾ നമസ്തേ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി. മായങ്കാവ് ഒരു പൊതു തറവാട് ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലേ? അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന മായാനുഗ്രഹ മഹോത്സവത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ സുസ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹവർഷം നേടുവാനും ആ സുദിനത്തിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന കലാവിരുന്നിൽ പങ്കെടുക്കുവാനും അവിടെ നടക്കുന്ന കളമെഴുത്തുപാട്ട് പോലെയുള്ള കലകളിൽ പങ്കെടുത്തുകൊണ്ട് രാജാവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ആ സിംഹാസനത്തിലിരുത്തി വിഷ്ണുമായ തമ്പുരാനെ പാദപൂജ ചെയ്ത് എന്നുവേണ്ട എല്ലാവിധ വാദ്യ മേള ഘോഷാദികളോടുകൂടി നടക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം, മഹനീയമായ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. നടക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി ശനിയാഴ്ച മലയാള മാസം മീനം 29. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു പൊതു തറവാട് ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷേത്രമില്ലാത്തവർക്ക് സ്വന്തം ക്ഷേത്രം, അല്ലാത്തവർക്ക് പൊതു തറവാട് ക്ഷേത്രം. അപ്പോൾ നിങ്ങളുടെ മഹനീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മായൻകാവിൽ പുലവാലായ്മയോ മാസമുറയോ ആചരിക്കാറില്ല. അതുപോലെ ഭക്ഷണമൊന്നും അധമമല്ല. ഏതു ഭക്ഷണം കഴിച്ചാലും ഈ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഇങ്ങനെ കേരളത്തിൽ ഒരേയൊരു ക്ഷേത്രം മാത്രമാണ് ഉള്ളത്.